നമ്മുടെ രാജ്യം ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. എന്നാൽ എന്ന് അവസാനിക്കുമെന്ന് ഒരു വിവരവുമില്ല. ഹോർമുസിൽ ഉണ്ടാകുന്ന വൻ പ്രതിസന്ധി കാരണം ഇന്ധന ലഭ്യത വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനുമെല്ലാം ഇന്ത്യ വില വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും, അതായത് താത്കാലികമായിട്ടായിരിക്കും ഈ ഒരു വില വർധനവ് ഉണ്ടാകുക എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ആഗോള ഊർജ്ജ വിപണിയിലെ അസ്ഥിരതകൾക്കിടയിലും വരും മാസങ്ങളിൽ എണ്ണ പാചകവാതക വിലകൾ കുറഞ്ഞേക്കുമെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആഗോള വിപണി ശാന്തമാകുന്നതോടെ വിലയിൽ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുകയാണ്. എണ്ണവില ദീർഘകാലത്തേക്ക് ഇപ്പോഴത്തെ ഉയർന്ന നിരക്കിൽ തുടരില്ല എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ മെയ് പകുതിയോടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം 4 തവണ ഇന്ധനവിലയും 2 തവണ ഗാർഹിക LPG വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ പരിഷ്കരണങ്ങൾക്ക് ശേഷം പെട്രോൾ വിലയിൽ 7.8%, ഡീസൽ വിലയിൽ 8.6% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിൽ ഏകദേശം 40% വർധനമാണ് ഉണ്ടായത്. ഇതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 അടുത്തെത്തി. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്നത് തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഈ സംഘർഷം സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സംഘർഷങ്ങൾ മറ്റ് മേഖലയിലേക്ക് കൂടി വ്യാപിച്ചാൽ സാഹചര്യം കൂടുതൽ ആശങ്കാജനകമായിരിക്കുമെന്നാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നത്. ഏറ്റവും പ്രധാന കാര്യം, ഇന്ത്യക്ക് കരുതൽ ശേഖരവും ബദൽ മാർഗങ്ങളും ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ ഈ വിതരണ തടസ്സം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. സംഘർഷത്തിന് മുമ്പ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40%-ലധികവും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG ഇറക്കുമതിയുടെ 90% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തിയിരുന്നത്. എന്നാൽ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ സജ്ജമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കണം. പെട്ടെന്നുണ്ടാകുന്ന വിതരണ തടസ്സങ്ങൾ നേരിടാൻ ഇന്ത്യക്ക് 76 മുതൽ 80 ദിവസം വരെയുള്ള തന്ത്രപ്രധാനമായ എണ്ണവാതക കരുതൽ ശേഖരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിതരണത്തിലെ കുറവ് നികത്താൻ അമേരിക്ക, കാനഡ തുടങ്ങിയ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണക്കാർക്ക് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ആഗോള വിപണി ഉടൻ ശാന്തമാകുമെന്ന പ്രതീക്ഷയിലാണ് നയരൂപീകരണ വിദഗ്ധരെങ്കിലും ഗൾഫ് മേഖലയിൽ സംഘർഷം വീണ്ടും ബലപ്പെടാൻ അത് ഇന്ത്യയിലെ പണപ്പെരുപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ പറയുന്നത്, ഈ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതായത് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നേരെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് പോകുക. കൂടാതെ LPG ഉപയോഗിച്ച് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് പകരം E80 സംവിധാനം ഉപയോഗിച്ചുള്ള ഇലക്ട്രിക് രീതിയിലുള്ള ഗാർഹിക സാധനങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ CNG അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പാചകം ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് ഒരു യുദ്ധം വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള പുതിയ വസ്തുക്കൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു യുദ്ധം ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയൊരു ട്രാക്ക് അല്ലെങ്കിൽ പുതിയൊരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി LPG പതുക്കെ കുറച്ചുകൊണ്ട് വരാനുള്ള സംവിധാനം, അതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു സാങ്കേതികം അല്ലെങ്കിൽ പുതിയൊരു ടെക്നിക്ക് തന്നെ ഇനിയും മുതൽ അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നത്. ഇനി വണ്ടിയുടെ കാര്യമായാലും പെട്രോളും ഡീസലും ഒക്കെ ഇനി വരും വർഷങ്ങളിൽ അതിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് അടുത്ത രീതിയിലേക്ക്, അതായത് എത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന വാഹനങ്ങളിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.